പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമീൻ. അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദം പരമാതാവേ, അമ്മേ മാതാവേ, നിങ്ങളോട് ഞങ്ങൾ യാചിക്കുന്നു. അമ്മേ, ഞങ്ങൾ ഇന്ന് സമർപ്പിക്കാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ ഒരു നിങ്ങളുടെ നിയോഗം, അമ്മേ മാതാവേ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ യുവാക്കളും എല്ലാ ദമ്പതിമാരും ആരെങ്കിലും ജോലിയില്ലാണ്ട് കഷ്ടപ്പെടുന്നു. അമ്മേ മാതാവ്, അവർക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ മാതാവ്, ജോലിയില്ലെങ്കിൽ എന്തൊക്കെയും കഷ്ടങ്ങൾ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് അമ്മേ മാതാവ് നിങ്ങൾക്ക് അറിയാമോ യേശുവേ. ആ ജോലിയില്ലെങ്കിൽ അവർക്ക് വീടിൻ്റെ കാര്യങ്ങൾ നോക്കുവാനോ, എല്ലാവരും മക്കളുടെ ഫീസ് കിട്ടുവാൻ പറ്റാണ്ടോ, എല്ലാ ലോണുകൾ അടയ്ക്കാൻ പറ്റാണ്ടോ, പല കാര്യങ്ങളിലും അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാതാവേ, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കണ്ടവർക്ക് എങ്ങനെയെങ്കിലും നല്ല ഒരു അത്ഭുതം നടത്തി കൊടുക്കണമേ, അവർക്ക് നല്ല ജോലി കൊടുക്കണമേ, അവർ സാമ്പത്തികമായ പ്രശ്നത്തിൽ അമ്മ മാതാവേ ഞങ്ങളെ വിടുവിക്കണമേ. അമ്മയും മാതാവേ, ഞങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. മാതാവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദേശം മാതാവേ, ഞങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചു തരണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മേ മാതാവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അനേകായിരം കുഞ്ഞു മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കുമായിട്ട് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യവും അമ്മ നടത്തി തരും, അമ്മ നടപ്പിലാക്കി തരും. അമ്മേ മാതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവ്, ഈ വേലയിൽ ഞങ്ങൾക്ക് നിങ്ങൾ തന്നെ നല്ല ഒരു വഴി കാണിച്ചു തരണമേ. അമ്മേ മാതാവേ, ഇന്നൊക്കെ നാളെ ഇൻ്റർവ്യൂ പോകുന്ന എല്ലാ മക്കളെയും അമ്മയെ അനുഗ്രഹിക്കണമേ. അവരുടെ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളിലും അമ്മ മാതാവേ, നിങ്ങൾ തന്നെ അവർക്ക് വിട്ടുതന്ന അവിടെ കൂടെ നിന്ന എല്ലാ ഉത്തരങ്ങളും അമ്മ നിങ്ങൾ നൽകി കൊടുക്കണമേ. കുറേ പേര് വയസ്സ് വ്യത്യാസം കാരണം കുറേ പേർക്ക് ജോലി കിട്ടാണ്ട് പോകുന്നുണ്ട്. 35 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രം ജോലി കൊടുത്ത് 42 വയസ്സുള്ളവർക്ക് ജോലി കിട്ടാണ്ട് പോകുന്നത് ഈ വേലയിൽ ഇതേപോലെ കുറേ സാഹചര്യങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കുറേ പേര് ഇതേപ്പറ്റി യാചിച്ചിട്ടുണ്ട്. അമ്മേ മാതാവേ, അവർക്കെല്ലാം നിങ്ങൾ കൂടെ ഉണ്ടാകണമേ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാലും മാതാവേ, അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കി തരാൻ പറ്റും. മാതാവേ, നിങ്ങൾ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. മാതാവേ, അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ജോലിയില്ലെങ്കിൽ അവരുടെ കുടുംബം എങ്ങനെ കഴിയുമെന്ന് മാതാവേ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു. യേശുവേ സ്തോത്രം. അനേകായിരം മക്കളേക്കായിട്ട് എല്ലാ മക്കൾക്കായിട്ടും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശു, ഈ വേലയിൽ എത്രയോ പേര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു ദിവസത്തെ അവർ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാണ്ട് അത്രയും കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. കഴിക്കാൻ പറ്റാണ്ട് വെറും വെള്ളം മാത്രം കുടിച്ച് ഉറങ്ങുന്ന കുടുംബങ്ങളുണ്ട്. ജോലിയില്ലാതെ കഷ്ടം നിങ്ങൾക്കറിയാം. കൊറോണ കഴിഞ്ഞ് പിന്നെ എല്ലാവരും വളരെ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടത്തിലാണ്. യേശു, എങ്ങനെയെങ്കിലും തന്നെ നിങ്ങൾ അവരെടുത്ത് അവർക്ക് നല്ല ഒരു ജോലി ഉദ്യോഗങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയോ അല്ല അതിനനുസരിച്ച് ജോലിയോ മാതാവേ നിങ്ങൾ ലഭിച്ചു തരണമേ. അവർ പോകുന്ന എല്ലാ ഇൻ്റർവ്യൂവും എവിടെ പോകുന്നാലും നാളെ നടക്കാൻ പോകുന്ന എല്ലാ ഇൻ്റർവ്യൂവിലും എല്ലാ മക്കളെയും പ്രാർത്ഥിക്കുന്നു. അവരെ തൊട്ട് അനുഗ്രഹിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അമ്മേ മാതാവേ, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നന്ദി 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 ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അമ്മേ മാതാവേ, അമ്മേ മാതാവേ, നിങ്ങളോട് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അമ്മേ, എൻ്റെ അമ്മേ, ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോയുടെ അമ്മേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കൊച്ചു ആശയങ്ങൾ നിങ്ങൾ നിറവേറ്റി തരണമേ. അമ്മേ മാതാവേ, നിങ്ങൾ തേക്കുമാരോട് പറഞ്ഞ് യാചിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഈ നിയോഗം അമ്മേ മാതാവേ നിങ്ങൾ നടപ്പിലാക്കി തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുക. യേശുവേ 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 നന്ദി. യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ മാതാവ് തൊട്ട് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. മാതാവ് ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക. യേശുവേ 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 യേശുവേ. നാളത്തെ അവിടെ ഇൻ്റർവ്യൂവിൽ യേശുവേ നീ തന്നെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളുടെ കൂടെ ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക.
എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവെ നല്ലൊരു ശക്തികളും മാതാവേ അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുമെന്ന് എല്ലാവർക്കും നല്ല അത്ഭുതം കാണിച്ചു തരണമേ മാതാവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ മാതാവേ ഞങ്ങളോട് ഞങ്ങൾ യാചിക്കുന്നു. യേശുവേ സ്വസ്ത്രം, യേശുവേ സ്വസ്ത്രം, യേശുവേ സ്വസ്ത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ അങ്ങ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കൈയടിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ. കൈകൾ വീശി പ്രാർത്ഥിക്കുക. കൈകൾ പൊന്തിച്ച് ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, ദൈവമേ മാതാവേ അങ്ങോട്ട് ഞാൻ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്വസ്ത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ അമ്മേ മാതാവേ ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന അമ്മ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കി തരും. അമ്മേ മാതാവേ ഞങ്ങൾ ഈ രാത്രി വേളയിൽ ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്മേ മാതാവേ നാളെ നല്ല റിസൾട്ട് അമ്മേ മാതാവേ കാണിച്ചു തരണമേ. യേശുവേ സ്വസ്ത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഞാൻ ചൊല്ലിത്തരുന്ന ഈ ചെറിയ ഒരു പ്രാർത്ഥന നിങ്ങൾ നാളെ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ നാളെ നല്ലൊരു അത്ഭുതം നടക്കും. എന്തുകൊണ്ടാണ് ഇതേ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. 1.5 കൊല്ലമായി ഞാൻ ജോലിയില്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയോട് ഞാൻ യാചിച്ചും പ്രാർത്ഥിച്ചു. ഈ ചെറിയ ഒരു പ്രാർത്ഥന ഞാൻ മനസ്സിൽ എപ്പോഴും ഇന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് അത്രയും ശക്തിയുള്ള ഈ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളും ഇതേപോലെ തന്നെ ചെല്ലുക. നാളെ ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഈ ചെറിയൊരു പ്രാർത്ഥന മനസ്സിൽ ധ്യാനിക്കുക. ഇൻ്റർവ്യൂ പോകുമ്പോഴും പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് നടുവിൽ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ നടുക്കിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴും ഈ പ്രാർത്ഥന മനസ്സിൽ കൂടി ചൊല്ലിക്കൊണ്ടിരിക്കുക. നല്ലൊരു പവർഫുൾ പ്രാർത്ഥനയാണ്. നിങ്ങളിത് മറക്കാണ്ട് ഇത് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നാളെ അറിയും. ഈ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഇതിൽ കമാൻഡ് പറ്റിയെങ്കിൽ കമാൻഡിൽ ഞങ്ങൾക്ക് കമാൻഡ് ചെയ്യുക. എത്ര പേര് ഇത് ചൊല്ലി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ഇൻ്റർവ്യൂ റിസൾട്ട് കിട്ടി, നല്ലൊരു ജോലി ലഭിച്ചു എന്ന് എനിക്ക് ഈ കമാൻഡിൽ അറിയിച്ചെങ്കിൽ ഞങ്ങൾ അത്രയും സന്തോഷപ്പെടും. യേശുവേ മാതാവേ ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാതാവ് ചെയ്തു തന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങളും ഇതേപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ കൂടെ ഈ പ്രാർത്ഥനകൾ കേട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എത്രയും പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ പ്രാർത്ഥന അത്രയും വലിയ പവർഫുൾ പ്രാർത്ഥനയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. ഈ ചെറിയ പ്രാർത്ഥന ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ചെല്ലുക. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. 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 ഇതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എത്രയും ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല 100 തവണ വേണമെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കാം. നിങ്ങൾക്ക് ഈ വാക്ക് ഒരേ വചനമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. ഇത്രയേ ഉള്ളൂ ഈ ചെറിയ ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ പോകുക. നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് നല്ല ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വാസത്തോടെ പറയുകയാണ്. എന്നാൽ ഞാൻ അത്രയും വിശ്വാസം ഞാൻ ചൊല്ലി ഞാൻ വിചാരിക്കാത്തൊരു ജോലി മാതാവ് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ സാക്ഷ്യം പോലെ ഞാൻ പറയുകയാണ്. ഞാൻ സാക്ഷ്യം പറയാൻ പോയിട്ടില്ല. ഞാൻ ഇനിയും പോയി പറയാൻ സാക്ഷ്യങ്ങളുണ്ട്. കൃപാസന അമ്മയടുത്ത് നേരിട്ട് ഞാൻ സാക്ഷ്യം പറയണം. ഇനിയും പറഞ്ഞിട്ടില്ല. എന്നാണ് എൻ്റെ നിയോഗങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഇനി 4-5 നിയോഗങ്ങളുണ്ട്. ചെറുതായി കഴിഞ്ഞിട്ടുണ്ട്. അത് മുഴുവനായി ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കൃപാസന അമ്മയുടെ അടുത്ത് ഞാൻ നേരിട്ട് പോയി എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ പറയും. നിങ്ങൾ അതേ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പറ്റും. ഞാൻ എൻ്റെ ചാനലിൽ കൂടെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. സോ എല്ലാ മക്കളെയും, എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും മക്കളും കൊച്ചുമക്കളും ആരൊക്കെയാണ് നാളെ ഇൻ്റർവ്യൂ പോകുന്നു, ഈ പ്രാർത്ഥന നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലിട്ട് പോവുക. ഉറപ്പാണ്. എന്നിൽ വിശ്വസിക്കുക, മാതാവിൽ വിശ്വസിക്കുക, അമ്മയിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇത് നടത്തി തരും. കർത്താവിൽ വിശ്വസിക്കുക. യേശുവേ നന്ദി. എല്ലാവർക്കും 1000 നന്ദി പറയുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമീൻ. ഒരിക്കൽ കൂടി ഞാൻ വാക്കുകൾ പറഞ്ഞു തരാം, പ്രാർത്ഥന പറഞ്ഞുതരാം. ഒന്നുകൂടി കേട്ടോ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. താങ്ക് യു.